ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള തിരുവചന വാഗ്ദാനത്തെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് വിചിന്തന വിഷയമാക്കുകയാണല്ലോ ഈ ഒരു പരമ്പരയിലൂടെ. അതിൻ്റെ 84-ാമത്തെ സെഷനിലേക്ക് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ദാവീദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് കാണുകയായിരുന്നു. കുറേ സെഷനുകളായിട്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിന് അസാമാന്യമായ ഒരു സിദ്ധി തെളിഞ്ഞു നിൽക്കുന്നത് നമ്മൾ സാവൂൾ രാജാവിൽ കടന്നു കയറിയിരുന്ന ദുരാത്മാക്കളെ ബഹിഷ്കരിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചതാണല്ലോ. എങ്കിലും നമ്മൾ കഴിഞ്ഞ സെഷനിൽ കാണുകയുണ്ടായി, ദാവീദിൻ്റെ ജീവിതത്തിൽ തന്നെയും അദ്ദേഹം സാത്താൻ്റെ തട്ടുമേടിക്കാൻ ഇടവന്നു. ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള ഒരു വചനവാഗ്ദാനം നമ്മളിങ്ങനെ ധ്യാനിച്ചുകൊണ്ട് നീങ്ങുമ്പം ദുഷ്ടനെ നിലം തൊടാതെ ഓടിക്കുന്നതിൽ വിജയിച്ച ദാവീദ് എങ്ങനെയാണ് ദുഷ്ടൻ്റെ തട്ട് ഏറ്റ്, തൊടുന്നത് മാത്രമല്ല തട്ട് ഏറ്റ് തന്നെ വലിയ ഒരു അപകടത്തിലേക്ക് പോകുന്നു. 70,000-ഓളം വരുന്ന തൻ്റെ പ്രജകൾ മരിച്ചു വീഴാൻ ഇടവരുന്ന സംഭവം ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ നമ്മളതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതേപറ്റി നമ്മളൊന്ന് കാര്യം മനസ്സിലാക്കിയെടുക്കുകയാണ്. കാരണം നമ്മുടെ ലൈഫിൽ പിശാചിനെതിരെയുള്ള പോരാട്ടം ഇവിടെ നമ്മൾ നീങ്ങുമ്പം ഇതുപോലെയുള്ള ഒരു തട്ട് നമുക്കിട്ട് കിട്ടാനിട വരരുത്. അതേപറ്റി നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മളൊന്ന് സൂചിപ്പിച്ചു, ദുഷ്ടൻ സാത്താൻ പിശാച് എന്നൊക്കെ പറയുന്നത് വെറും ചുമ്മാ ഒരു ഘടകത്വം ഇല്ലാത്ത, ഒരു കഴിവില്ലാത്ത, ചുമ്മാ വെറും പേടിത്തൊണ്ടരായത് അരുവികൾ മാത്രമല്ല. അവർ മലാഖമാരായിട്ട് സൃഷ്ടിക്കപ്പെട്ടവർ പാപം ചെയ്ത് അധപതിച്ചു. പക്ഷെ ആ അവസ്ഥയിലും അവർക്ക് സൃഷ്ടിയുടെ അവസരത്തിൽ ദൈവം നൽകിയ അടിസ്ഥാനപരമായ കുറേ കഴിവുകളും കാര്യങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. അതവർ തിന്മയോടുകൂടെ മനുഷ്യർക്ക് ദൈവത്തിനെ ഉപയോഗിക്കുകയാണ്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിൽ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കാണുകയുണ്ടായി, സ്ത്രീയുടെ സന്തതിയും നിന്റെ സന്തതി തമ്മിൽ ശത്രുത ഉളവാക്കും. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് സ്ത്രീ എന്നുള്ളൊരു പരാമർശത്തിൻ്റെ ഗൗരവം നമ്മൾ കണ്ടത്. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വളരെ ഗൗരവമായ രീതിയിൽ ഈ സ്ത്രീയെ അവതരിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ അമ്മയെ ഈശോ സ്ത്രീ എന്ന് വിളിക്കുന്നു, കുരിശിൽ കിടന്നുകൊണ്ട് സ്ത്രീ എന്ന് വിളിക്കുന്നു. അതുവഴിയായിട്ട് കുരിശിലൂടെയുള്ള പിശാചിൻ്റെ ശക്തിയെ തകർക്കുന്ന അനുഭവം, പിശാചിൻ്റെ തലയെ തകർക്കുന്ന അനുഭവം. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്നാണല്ലോ ഉൽപ്പത്തി 3:15. അതാണ് പ്രോട്ടോ ഏവെങ്കേലിയൻ, ആദിമ സുവിശേഷം എന്നൊക്കെ പിതാക്കന്മാരും സഭയുടെ മതമാർഗന്ധവും ഒക്കെ എടുത്ത് പറയുന്നതായ ദൈവത്തിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം. അത് പൂർത്തീകരിച്ചത് കുരിശിലാണ് എന്നാണ് യോഹന്നാൻ വഴി പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പരിശുദ്ധ അമ്മയെ സ്ത്രീ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, കുരിശിൽ കിടന്നുകൊണ്ട് വിളിക്കാൻ കാരണം നമ്മൾ ചിന്തിക്കുകയായിരുന്നു കഴിഞ്ഞ സെഷനിൽ. കുരിശിലാണ് ഈശോ സാത്താൻ്റെ സകല അവകാശവും തീർത്ത് കളഞ്ഞത്. എന്താണ് സാത്താൻ്റെ അവകാശം? നമ്മളെ കൊണ്ട് പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ആ പാപത്തെ നീക്കിയത് ഈശോ തൻ്റെ കുരിശിലെ ബലിയിലൂടെയാണ്. കഴിഞ്ഞ സെഷൻ്റെ അവസാനം നമ്മൾ കാണുകയുണ്ട് കൊളോസോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 20-21 വാക്യങ്ങളിൽ, അവൻ തൻ്റെ കുരിശിൽ ചിന്തിയ തൻ്റെ രക്തത്താൽ പാപം ദൂരീകരിച്ചു, പാപത്തെ കഴുകി നിഷ്കാസനം ചെയ്തു, പാപത്തെ മാറ്റി. വീണ്ടും അതേ ലേഖനം തന്നെ 2-ാമത്തെ അധ്യായത്തിൽ 14-15 തിരുവചനങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണല്ലോ നിർത്തിയത്. നമുക്ക് ദോഷകരമായി നിന്നിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുശുത്തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി.
പരസ്യമായി അവഹേളന പാത്രമാക്കി. അപ്പം നമുക്ക് വിരോധകരമായി അല്ല ദോഷകരമായി നിന്നിരുന്ന ലിഖിത നിയമങ്ങളെ കഴിഞ്ഞ സെഷൻ നമ്മളൊന്ന് സൂചിപ്പിച്ചതാണ്. ലിഖിത നിയമങ്ങൾ, എഴുതപ്പെട്ട നിയമം. അപ്പോൾ പഴയ നിയമം അങ്ങനെയാണോ? യഹൂദരുടെ നിയമത്തെയാണോ അത് നമുക്ക് കൊള്ളിയല്ലാത്തതുകൊണ്ട് മായ്ച്ചു കളഞ്ഞത്? ഈ ചിന്തിക്കുമ്പം ഈശ്വര തന്നെ വചനം നമുക്കറിയാം. മത്തായി 5 മലിന പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല, ഇല്ലെന്നാക്കാനല്ല ഞാൻ വന്നത്, പൂർത്തിയാക്കാനാണ്. അവിടെ ഈശോ ഒന്നിനും മായ്ച്ചു കളഞ്ഞിട്ടില്ല, പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ നിയമങ്ങളെ. പിന്നെ എന്താ ഇവിടെ നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ, അത് പാപത്തിൻ്റെ നിയമം, നമ്മൾ പാപത്തിൽപ്പെടുക വഴി നമുക്കെതിരെ പിശാച് നേടിയെടുത്തതായ ക്ലെയിമുകളാണ്. കടപ്പത്രം. ഇവൻ എൻ്റേതാണ്, ഇവൾ എൻ്റേതാണ്. അവൻ്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ കണ്ട പാപം, അത് എൻ്റെ പ്രവൃത്തിയാണ്, അവൻ്റെ എഴുതി കിടക്കും, അതുകൊണ്ട് അവനെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മുടെ മേൽ ക്ലെയിം വെക്കുന്ന ചില ലിഖിതങ്ങളാണ്, പാപത്തിൻ്റെ ലിഖിതങ്ങളാണ്. അവയാണ് മായ്ച്ചു കളയുന്നത്. കുരിശിൽ മായ്ച്ചു കളയുന്നത് വേറെ ഒന്നുമല്ല. നമുക്കറിയാം, കുരിശിൽ ഒഴുകി ഇറങ്ങി എന്താ? തിരുരക്തം. യേശുവിൻ്റെ രക്തത്തിന് മായ്ഞ്ഞു പോകുന്ന പാപമാണ്. കാരണം ഈശോ പറഞ്ഞില്ലേ, പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം, പാപമോചനത്തിനായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം. അപ്പോൾ കുരിശിലെ ബലിയുടെ ഉന്നം പാപങ്ങൾ പരിഹരിക്കാന്നുള്ളതാണ്. അപ്പോൾ കുരിശിൽ ചിന്തിയ രക്തത്താൽ മായ്ഞ്ഞു പോയ ലിഖിത നിയമങ്ങളെന്ന് പറയുമ്പോൾ ഒരു സംശയമില്ല, അത് പാപത്തിൻ്റെതാണ്. മാത്രമല്ല അത് നമുക്ക് ദോഷകരമായിട്ടാണ്. ആരുടെ കയ്യിൽ? അതാ പറയുന്ന ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധരാക്കി. അവരുടെ കയ്യിൽ ഒരായുധമായിരുന്നു നമ്മുടെ പാപം. അത് വെച്ചുകൊണ്ട് അവൻ നമുക്കിട്ട് ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സക്കറിയായുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിൽ പ്രധാന പുരോഹിതൻ യോശുവ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ സാത്താൻ അവന് കുറ്റം ആരോപിക്കാൻ വേണ്ടി അടുത്ത് നിൽക്കുന്നു. ദൈവം കാണിച്ചു തന്നുവെന്ന് സക്കറിയ പ്രവാചകൻ എഴുതുകയാണ്. ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ അകൃത്യങ്ങളായിരുന്നുവെന്നാണ് 3-4 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത്. സക്കറിയയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ആദ്യത്തെ ഖണ്ഡികയിൽ വായിക്കുകയാണ്. അപ്പോൾ ഈ യോശുവ പുരോഹിതൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളാകുന്ന ലിഖിത നിയമങ്ങൾ, അല്ലെങ്കിൽ ആ പാപത്തിൻ്റെ പതിഞ്ഞു കിടക്കുന്ന അവസ്ഥ, അതിനെ ഒരു ക്ലെയിം, അവകാശമാക്കിക്കൊണ്ട് സാത്താൻ നിൽക്കുമ്പം സാത്താനെ അവിടുന്ന് ദൈവം ഓടിച്ചു വിടുന്നത് ശാസിച്ചു. 1 പറഞ്ഞ് 2 പറഞ്ഞ് സാത്താൻ പോകുന്നില്ല. പിന്നെ നമ്മൾ കാണുന്ന മുഷിഞ്ഞ വസ്ത്രങ്ങൾ നീക്കി. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു മാലാഖയെ അയച്ച് ദൈവം ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം നീക്കി. അത് കഴിഞ്ഞപ്പോൾ അവിടെ സാത്താൻ്റെ സാന്നിധ്യം പിന്നെ നമുക്ക് കാണാനില്ല, ആ ദർശനത്തിലില്ല. സക്കറിയ പിന്നെ പറയുന്നേ ഇല്ല, സാത്താൻ പോയെന്ന് അറിയത്തില്ല. തുറന്ന് താഴേക്ക് വീണ്ടും വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാം, അവിടെ തമ്പുരാൻ പറയുകയാണ്, ഇത് കണ്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലെ ഈ മനുഷ്യവർഗം മുഴുവൻ്റെയും സകല പാപങ്ങളും ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നിഷ്കാസനം ചെയ്യുന്ന, നിർമ്മാർജ്ജനം ചെയ്യുന്ന ദിവസം വരുന്നു. അതെങ്ങനെ ചെയ്യും? സക്കറിയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, പ്രധാന പുരോഹിതനായ ജോഷുവയും അവൻ്റെ മുമ്പിലിരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവൻ്റെ സ്നേഹിതരും കേൾക്കട്ടെ, എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും. എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും. ആരാണ് ദാസനായ ശാഖ? യേശയ്യ 52-53 കാണാം, കർത്താവിൻ്റെ സഹനദാസൻ. അത് ഈശോയാണ്. ആ സഹനദാസൻ്റെ ദൗത്യം എന്താണ്? അവിടെ പറയുകയാണ്, പാപങ്ങളെല്ലാം പരിഹരിക്കും. ലോകം മുഴുവൻ്റെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയായിട്ട് അവൻ സ്വയം തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അങ്ങനെ അവൻ മുറിവേൽക്കപ്പെടുക, ക്ഷതമേൽപ്പിക്കപ്പെടുക എന്നുള്ളത് അത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ദാസൻ. അപ്പം എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും. വീണ്ടും 9-ാം വാക്യം സക്കറിയ 3-ൽ, ജോഷുവയുടെ മുൻപിൽ വച്ചിരിക്കുന്ന കല്ലിൽ 7 മുഖമുള്ള ഒറ്റക്കല്ലിൽ ഞാൻ ഈ ലിഖിതം ആലേഖനം ചെയ്യും. എന്താണ് ലിഖിതം? ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഈ ദേശം മുഴുവൻ്റെയും, ഭൂമുഖം മുഴുവൻ്റെയും, മനുഷ്യർക്ക് മുഴുവൻ പാപം തുടച്ചു നീക്കും. ഇപ്പം സംഭവിച്ചത് എന്നതാണ്? ജോഷുവ എന്ന പുരോഹിതൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, അകൃത്യങ്ങളാകുന്ന പാപത്തെ ഒരു മാലാഖയെ കൊണ്ട് നീക്കി. അപ്പോൾ സാത്താൻ അവിടെ നിന്ന് മാറിപ്പോയി. ഇനി അത് മാലാഖ അയച്ച് ഓരോരുത്തരുടെ പാപങ്ങൾ നീക്കാനല്ല പോകുന്നത്. ഇത് പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗമായി സക്കറിയയുടെ പുസ്തകം, പിന്നെ അടുത്ത മാലാഖി, പിന്നെ മത്തായി ആരംഭിക്കുകയാണ്. അപ്പോൾ പഴയ നിയമം അവസാനിക്കുമ്പോൾ വരുന്ന ചിത്രം നമുക്ക് കിട്ടുന്ന ഇതാണ്: ഒറ്റ ദിവസം കൊണ്ട് ദേശം മുഴുവൻ്റെ പാപം നീക്കും.
ഓരോരോ മാലാഖയെ ഓരോരുത്തർ വ്യക്തി പക്കലേക്ക് അയച്ച് അവരുടെ മെഷിൻ്റെ വസ്ത്രം എല്ലാം മാറ്റി മാറ്റി പാപങ്ങളെല്ലാം നീക്കി നീക്കി അങ്ങനെയല്ല സാത്താനെ ഓടിക്കാൻ പോകുന്നത്. ആ ഒറ്റ ദിവസം ഏതാണ്? അതാണ് ഈശോ കുരിശിൽ വരുത്തപ്പെടുന്ന ദിവസം, കുരിശിലെ ബലിയുടെ ദിവസം. അതുകൊണ്ടാണ് കൊളോസസ് ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് പൗലോസപ്പോസ്തലൻ വഴി പഠിപ്പിക്കുന്നത്, അവൻ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി. അതുകൊണ്ടാണ് കുരിശടയാളം നമ്മൾ ഇന്ന് എപ്പോഴും നമ്മുടെ ശുശ്രൂഷ എല്ലാം ഉപയോഗിക്കുന്നത്. നമ്മുടെ മേൽ തന്നെ വിശുദ്ധ കുരിശ് വരയ്ക്കുന്നു, കുരിശിൻ്റെ അടയാളം നമ്മുടെ മേൽ തന്നെ വരയ്ക്കുന്നു, അച്ഛന്മാർ ആശീർവദിക്കും കുരിശട ഉപയോഗിക്കുന്നു, കുരിശ് നമ്മൾ ചുംബിക്കുന്നു, നമ്മുടെ ഭവനങ്ങളൊക്കെ കുരിശ് രൂപങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മുടെ ദേവാലയങ്ങളുടെ മുകളിൽ കുരിശ് നമ്മൾ സ്ഥാപിക്കുന്നു. കുരിശ് കണ്ട ചെകുത്താനെ പോലെ എന്നുള്ള പഴമൊഴി പോലും വന്നിരിക്കുന്നത് ഈ കുരിശിൻ്റെ കരുത്തും വഴി ഇങ്ങനെയാണ്. നമ്മൾ കഴിഞ്ഞ സെഷൻ ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോൾ കുരിശിലെ ബലി വഴിയായിട്ട് ഈശോ പിശാചിൻ്റെ ശക്തി മുഴുവൻ കെടുത്തി അവൻ്റെ അവകാശത്തെ മായ്ച്ചു കളഞ്ഞു. അതാണ് കോസ്മിക് എക്സോർസിസ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കാണുകയുണ്ടായി. ആ സംഭവം ഈശോ പൂർത്തീകരിച്ച കുരിശിൽ കിടന്നുകൊണ്ടാണ് ഈശോ മാതാവിനെ നോക്കി സ്ത്രീയെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞപ്പം യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. യോഹന്നാൻ വഴിയായിട്ട് നമ്മളെല്ലാവരും അമ്മയുടെ മക്കളായിട്ട് മാറി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ സുവിശേഷൻ കൃത്യമായിട്ട് അവിടെ ചേർക്കുന്നുണ്ട്, അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. യോഹന്നാൻ 19:27 വചനം. ആ ശിഷ്യൻ അപ്പോൾ തന്നെ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അങ്ങനെ അമ്മയ്ക്ക് ഇതാ ഒരു പുതിയ മകനുണ്ടായി, ഒരു പുതിയ ശിശു ഉണ്ടായി, ചെറിയ സന്തതി ഉണ്ടായി. ഈ സന്തതി ഒറ്റയൊരു സന്തതിയല്ല, ഈശോയ്ക്കാണ് അമ്മ ജന്മം കൊടുത്തത്. ഇപ്പോൾ ഇതാ കുരിശിൽ ഈശോ മരിക്കുമ്പോൾ അടുത്ത സന്തതി യോഹന്നാൻ ഒരാളേ ഉള്ളൂ, അല്ല. അതാണ് നമ്മൾ വെളിപാട് 12 വീണ്ടും ഈ സ്ത്രീയെ കാണുകയാണ്. നമുക്കറിയാമല്ലോ 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ വലിയൊരു അടയാളം, അത് ഒരു സ്ത്രീ, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ നമ്മൾ കാണുകയാണ്. ഉടയാടയാക്കിയ സ്ത്രീ, ശിരസിൽ കിരീടങ്ങൾ, കാലടിയിൽ ചന്ദ്രൻ, അങ്ങനെ നിൽക്കുന്ന സ്ത്രീ പ്രസവവേദനയാൽ ഞെരുങ്ങി ഒരു ആൺകുട്ടിയെ പ്രസവിക്കാനായിട്ട് പോകുന്നു. നമ്മളിങ്ങനെ വെളിപാട് 12 വായിക്കുമ്പം, ബൈബിളിൻ്റെ അവസാനത്തെ പുസ്തകത്തിൽ വായിക്കുമ്പം, ബൈബിളിൻ്റെ ആരംഭത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3:15 നേരെ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. സ്ത്രീയുടെ സന്തതി. അവിടെ സർപ്പവും സ്ത്രീയുമാണ് നിൽക്കുന്നത് ദൈവം സംസാരിക്കുമ്പം. ഇവിടെ അതേ രംഗം വീണ്ടും ആവർത്തിക്കുകയാണ്. വെളിപാട് 12 ഒന്നാമത്തെ അടയാള സ്ത്രീ ഗർഭിണി, അവിടെ സന്തതി ജനിക്കാൻ പോകുന്നു. രണ്ടാമത്തെ അടയാളം ഉഗ്ര സർപ്പം, പിന്നെ ഈ ആൺകുട്ടി ജനിക്കുന്നു. അപ്പോൾ പശുത്തെ അമ്മയും ഈ കുട്ടിയെ നശിപ്പിക്കാൻ സർപ്പം നോക്കുന്നത് കിട്ടുന്നില്ല. അങ്ങനെ ഇളിഫനായ ഈ സർപ്പം എവിടെ പോയി എന്ത് ചെയ്യുന്നു എന്ന് വചനം അവിടെ വ്യക്തമാക്കി നമുക്കറിയാമല്ലോ. 17-18 വാക്യങ്ങൾ 12-ാം അധ്യായത്തിൽ വെളിപാടിൻ്റെ. അപ്പോൾ സർപ്പ സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷി വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരുടെ യുദ്ധം ഞാനെന്ന് പുറപ്പെട്ടു. അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവർ ആരാണത്? ഈ സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടാകുന്ന ഇവിടെ പറയുന്നുള്ളൂ. ഈ രംഗത്തിൽ കുരിശിൽ കിടക്കുമ്പോൾ ഒരു ശിഷ്യനെ മകനായിട്ട് ഈശോ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ പറയുകയാണ്, ഈ സ്ത്രീയുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് സർപ്പം കോപിച്ചു. അപ്പം ആരാണ് ഈ ബാക്കി ശേഷിച്ച സന്താനങ്ങൾ? അത് പറയുകയാണ്, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ ദൈവജനം. അവരെല്ലാവരും, അതായത് നമ്മളെല്ലാവരും ഈ സ്ത്രീയുടെ മക്കളാണ്. അപ്പം നമുക്കെതിരെയാണ് സാത്താൻ്റെ പോരാട്ടം, സാത്താൻ്റെ പോരാട്ടം വരുന്നത്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള വചനവാഗ്ദാനത്തിൻ്റെ സാങ്കത്യങ്ങളിലേക്ക് കടക്കുവാനായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, സ്ത്രീയും സർപ്പവും തമ്മിൽ, അവളുടെ സന്തതിയും സർപ്പത്തിൻ്റെ സന്തതി തമ്മിൽ ശത്രുത ഉളവാക്കും. അവൻ, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും, സർപ്പത്തോട് പറയുകയാണ്. പക്ഷെ നീ അവൻ്റെ കുതികാല് പരിക്കേൽപ്പിക്കും. തലയെ തകർക്കുക എന്നുള്ള പ്രക്രിയ ഈശോയിലൂടെ, വിശുദ്ധ അമ്മയിലൂടെ സംഭവിച്ചു കഴിഞ്ഞു. തലയെ തകർക്കുക, അതിൻ്റെ അർത്ഥം എന്താണ്? തലയെ തകർക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും,
സർപ്പം, പാമ്പിൻ്റെ തല അടിച്ച് തകർത്താലും പിന്നെയും കുറച്ച് നേരം കൂടെ അതിങ്ങനെ വാലിട്ട് ഇളക്കി അവിടെ കിടക്കും, ജീവൻ പിരിയാൻ താമസമാണ്, അങ്ങനെ കിടക്കും. അപ്പോൾ സർപ്പത്തിൻ്റെ തലയെ, സാത്താൻ്റെ തലയെ ദൈവം തകർത്ത് അവനെ തീർത്തു. പിന്നെ ഇപ്പോഴും സർപ്പം ഉണ്ടല്ലോ, സാത്താനും പിശാചുക്കളും ഉണ്ടല്ലോ. അതെന്താ? അത് ഈ തല തകർന്ന പാമ്പ് കിടന്ന് കുറച്ചു നേരം കാല് ഇങ്ങനെ വാലിട്ട് അനക്കി പേടിപ്പിക്കാൻ നോക്കുന്ന പോലെ ഉള്ളൂ എന്നൊക്കെ ചിലപ്പോൾ ചില വ്യാഖ്യാനങ്ങൾ കാണാം. ആഴപ്പെട്ട ഒരു വ്യാഖ്യാനം പിതാക്കന്മാർ നൽകുന്നത്, തല എന്ന് പറയുന്നത് ആശയങ്ങളുടെ മേഖലയാണ്. തല എന്ന് പറയുന്ന ആശയങ്ങളുടെ മേഖലയാണ്, ഹൃദയം, വികാരങ്ങളുടെ മേഖല നമുക്കറിയാമല്ലോ. തലയെ തകർക്കുമെന്ന് പറഞ്ഞാൽ സാത്താൻ ഇട്ട് തരുന്ന ആശയങ്ങളെ തകർക്കും. യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് സൂചിപ്പിച്ചതാണ്, ദൈവം തൻ്റെ കൽപ്പനകൾ ആദ്യമായിട്ട് ആദത്തിനും ഹവ്വയ്ക്കും കൊടുക്കുമ്പോൾ അത് അവരുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്യുന്നത്, ഈ വൃക്ഷത്തിൻ്റെ പഴം തിന്നരുത്, ഇത് നിങ്ങൾ മരിക്കും, അങ്ങനെ നിർദ്ദേശം കൃത്യം കൊടുക്കുകയാണ്. അതിനെ വെട്ടിക്കളഞ്ഞുകൊണ്ട്, അല്ലെ വടയ ഭാഷ പറഞ്ഞ ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് സർപ്പം തൻ്റെ വാക്കുകൾ അവരുടെ ഉള്ളിലേക്ക്, ഹവ്വയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയല്ല, അതിന്നേരം മരിക്കുകയില്ല. അപ്പോൾ ദൈവം പറഞ്ഞ ചിന്ത ഒരു വശത്തുണ്ട്, സാത്താൻ കൊടുക്കുന്ന ചിന്ത എതിർചിന്തയായിട്ട് മറുവശത്ത് നിൽക്കുകയാണ്. ഇതിലേതാണ് നമ്മൾ അനുസരിക്കുക? ഹവ്വ അനുസരിക്കുക, ആദം അനുസരിക്കുക. അത് നമുക്കറിയാം, ഹവ്വ സർപ്പം പറഞ്ഞ അനുസരിച്ചു. അപ്പോൾ സർപ്പത്തിൻ്റെ നയിക്കലിലായി, സർപ്പത്തിൻ്റെ ഭരണത്തിലായി. അതാണ് നരകരായത്തിൻ്റെ അനുഭവം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം പറയുന്നത് അനുസരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് സൂചിപ്പിച്ചതാണല്ലോ, ഈശോ എപ്പോഴും പറയുന്നില്ലേ, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ അതേ ചെയ്യുള്ളൂ, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നും ആത്മാവ് പ്രേരിപ്പിച്ച് വന്നത്, പ്രവാചകന്മാർ അവർക്ക് കിട്ടിയത് അവർ എഴുതി വച്ചിരിക്കുന്ന ലിഖിതങ്ങൾ, വിശുദ്ധ ലിഖിതങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ എഴുതപ്പെട്ട ലിഖിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ചിന്തകളാണ്. ദൈവത്തിൻ്റെ ചിന്തകളെ വിട്ട് ഞാൻ എങ്ങോട്ടും വരികയില്ല, ഒന്നിനും പോരുകയില്ല. അതാണ് ഈശോയുടെ നിലപാട്. അപ്പം ഈശോ തൻ്റെ ഉള്ളിൽ നിറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ ചിന്തകളാണ്. സർപ്പം നമ്മുടെ ഉള്ളിൽ കയറ്റം നോക്കുന്നത് അവൻ്റെ ചിന്തകളാണ്. അപ്പോൾ സർപ്പത്തിൻ്റെ ചിന്തകളെ തകർത്തുകൊണ്ടാണ് ഈശോ ദൈവത്തിൻ്റെ ചിന്ത നിരന്തരം തൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഇങ്ങനെ പങ്കുവെച്ച് പഠിപ്പിക്കുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, അനുതപിക്കുവിൻ. കാരണം പിശാചിൻ്റെ ചിന്ത തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനേക്കാൾ തള്ളിക്കളാം. അതാണ് അനുതപിച്ചേറ്റ് പറയുമ്പോൾ അതിനെ ദൂരീകരിക്കുന്നു. തലസ്ഥാനത്ത് വിശ്വസിക്കുവിൻ, സുവിശേഷം വിശ്വസിച്ചേ ദൈവത്തിൻ്റെ ചിന്തയെ എടുത്തേ. അങ്ങനെ സാത്താൻ തന്ന ചിന്തകളെല്ലാം തകർത്ത് നിർവീര്യമാക്കി ദൂരെ കളഞ്ഞിട്ട് തലസ്ഥാനത്ത് ദൈവത്തിൻ്റെ ചിന്ത വീട് നമ്മിലേക്ക് തരുന്ന പ്രക്രിയ. അതാണ് ഈശോയുടെ രക്ഷാകര പ്രവൃത്തിയിൽ ആത്യന്തികമായിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായി 8:16 നമ്മൾ വായിക്കുന്നത്, അവൻ വചനം കൊണ്ട് പിശാചുക്കളെ പുറത്താക്കി, അശുദ്ധാത്മാക്കളെ പുറത്താക്കി. വചനം കൊണ്ടെന്ന് പറയുമ്പം രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, ആജ്ഞാപിച്ചുകൊണ്ട്, ആജ്ഞാവചനം കൊണ്ട് ഇറക്കി വിട്ടു. ഈശോ അങ്ങനെയാണല്ലോ ഇറക്കി വിടുന്നത്. ശബ്ദിക്കരുത്, അവരെ വിട്ട് പുറത്തു പോകും. ഒപ്പം വചനം പഠിപ്പിച്ച് വചനത്തിൻ്റെ വെളിച്ചം, ആത്മാവും ജീവനുമായ വചനത്തിൻ്റെ സാന്നിധ്യം കൊടുത്തുകൊണ്ട് പിശാചിൻ്റെ പിടുത്തത്തെ ദൂരീകരിച്ചു. അതാണ് വചനം കൊണ്ട് പിശാചുക്കളെ പുറത്താക്കിയെന്ന് പറയുമ്പോൾ. അപ്പം ആ ഒരു പ്രക്രിയയിലൂടെയാണ് യേശു സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്നത് യഥാർത്ഥത്തിൽ. അല്ലാതെ നമ്മൾ പാമ്പിൻ്റെ തലയെ തകർത്തു, പാമ്പ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ ചത്തുപോകും. അതുപോലെ സർപ്പത്തിൻ്റെ തലയെ തകർത്ത് അവനെ കൊന്നിട്ടിരിക്കുകയാണ്. ഇച്ചിരി വാല് മാത്രം ഇട്ട് അടിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു സർപ്പമെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, അവനങ്ങനെ തല തകർന്നെന്ന് പറയുമ്പോൾ അവൻ്റെ ചിന്തകളെ ദൈവം തന്നെ ചിന്ത കൊണ്ട് തകർത്തു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, ഉൽപ്പത്തി 1:15 നമ്മൾ പറയുന്നത്, അവൻ നിന്റെ തലയെ തകർക്കും, നീ അവൻ്റെ കുതികാല് പരിക്കേൽപ്പിക്കും. കുതികാല് പരിക്കേൽക്കുന്ന അനുഭവം, ഇതാണ് നമ്മൾ ഈ സെഷനിൽ അനുമതിക്ക് വന്നപ്പം ഈ ദിവസങ്ങളൊക്കെ കണ്ട ദാവീദിന് പറ്റുന്നൊരു അനുഭവം. കുതികാല് പരിക്കേൽക്കുന്നു. കുതികാല് പരിക്കേൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം തന്നെ നമുക്കറിയാം, കുതിക്കാൻ മേലെന്നായി പോകുന്നു. കുതിച്ചുകൊണ്ടിരിക്കുന്നയാൾ പെട്ടെന്ന് സ്റ്റക്കാകുന്നു, ഇവിടെ നീങ്ങാൻ മേലത്തെ അവസ്ഥയിലേക്ക് ആയി പോകുന്നു. എന്നാൽ കുതികാലിന് പരിക്കേറ്റ ആളെന്നേരെ നിലത്ത് മറിഞ്ഞ് വീഴുവോ, അല്ലെങ്കിൽ മരിച്ചു വീഴുവോ, അറ്റാക്ക് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ബോധം കെട്ട് ബോധമില്ലാത്ത കോമയിലേക്കായി പോവുമോ? അതൊന്നുമില്ല. പക്ഷേ കുതിക്കത്തില്ല, തടസ്സം. ഇതാണ് സർപ്പം നമുക്കിട്ട് ചെയ്യാൻ പറ്റുന്ന അപകടത്തിൻ്റെ ഒരു സാധാരണ ലെവല് തമ്പുരാൻ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തടസ്സപ്പെടുത്തൽ
അവൻ്റെ ഭാഗത്തുനിന്ന് ആരുടെ നേർക്കും ഉണ്ടാകാമെന്നുള്ളത് നമ്മൾ കരുതിയിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ദാവീദ് സാവൂളിലെ പിശാചുക്കളെ പോലും ഇറക്കി വിട്ട ആളായിരുന്നിട്ടും അവസാനം ദാവീദിനിട്ട് ഒരു പരിക്ക്, കുതികാലിനിട്ട് ഒരു കൊത്ത് കിട്ടി. ദാവീദ് ഒന്ന് ഞടുങ്ങി, ഒന്ന് നിന്നു. അത് പിന്നെ അദ്ദേഹം അതിന് പരിഹാരം ബലിയൊക്കെ അർപ്പിച്ചുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 21-22 അധ്യായം കാണാം. അദ്ദേഹം ദൈവത്തിൻ്റെ പക്കൽ മാപ്പ് ചോദിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു, പരിഹാരം ബലി അർപ്പിച്ചു. അങ്ങനെയൊക്കെ തിരിച്ച് കയറി വരികയാണ്. അപ്പം ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശോയെ തടസ്സപ്പെടുത്താൻ സാത്താൻ നോക്കി. അതാണല്ലോ കേസരപ്പിരിപ്പിൽ വെച്ച് പത്രോസ് തടസ്സം പറയാൻ തുടങ്ങി നമ്മൾ വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ദിവസങ്ങൾ ആവർത്തിച്ച് കണ്ടതാണ്. പത്രോസ് ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. അങ്ങനെ വാക്കാണ് നമ്മളവിടെ കാണുന്നത്, തടസ്സപ്പെടുത്തുകയാണ്. അപ്പോൾ ഈശോ സാത്താൻ്റെ സാന്നിധ്യം പത്രോസിൻ്റെ സംസാരത്തിലൂടെ തിരിച്ചറിഞ്ഞു കഴിയുമ്പം പത്രോസിനെ ശകാരിച്ചുകൊണ്ട് സംസാരിക്കുന്നിടത്ത് ഈശോയുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഒരു കമൻ്റ് ഇതാണല്ലോ, നീ എനിക്ക് പ്രതിബന്ധമാണ്. 23-ാം വാക്യം, മത്തായി 16:23 വാക്യം. നീ എനിക്ക് പ്രതിബന്ധമാണ്, തടസ്സമാണ് എന്നാണ് പറയുന്നത്. തെസ്സലോനിക്കയിലെ സഭയ്ക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലനും ഇങ്ങനെ ഒരു തടസ്സപ്പെടലിൻ്റെ അനുഭവം സാത്താൻ വഴി തനിക്ക് ഉണ്ടാകുന്നതായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തെസ്സലോനിക്കയിലെ സഭയ്ക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 18-ാം തിരുവചനം. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ, പൗലോസായി ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു എന്ന സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. സാത്താൻ തടസ്സപ്പെടുത്തുന്ന അരൂപിയാണ്. സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നതായ അവസാന ഭാഗത്ത് പിശാച്, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ, അതേക്കുറിച്ചുള്ള വ്യാഖ്യാനം സഭ നൽകുമ്പോൾ സഭ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഈ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ, ഈ യാചനയിൽ പിശാച് ഒരു അമൂർത്ത അവതരണമല്ല, മറിച്ചൊരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് വ്യക്തിയുടെ ശൈലിയെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെയും ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ മുൻപിൽ പ്രതിബന്ധമായി തന്നെ സ്ഥാപിക്കുന്നവനാണ് പിശാച്. പ്രതിബന്ധമുണ്ടാക്കുന്നവനാണ് പിശാച് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അനുഭവമാണ് ദാവീദിനുണ്ടായത്. പക്ഷെ ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള വചനവാഗ്ദാനത്തിന് അതിനെയും മറികടന്ന് പോകാനുള്ള ദൈവിക സംരക്ഷണമാണ് ഈശോ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. നമുക്കതിലേക്ക് ഒരു സെഷനിൽ കടന്നു വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.